PG ജന്മശതാബ്ദി ആഘോഷം ഫെബ്രുവരി 15-ന് പെരുമ്പാവൂരിലെ ആഘോഷ പരിപാടികളുടെ ഭാഗമായി സംഘാടക സമിതി രൂപീകരിച്ചു. രൂപീകരണ യോഗത്തിൽ നിരവധി പ്രമുഖർ പങ്കെടുത്തു. PGയുടെ ലോകം എന്ന് പേരിട്ടിരിക്കുന്ന സെമിനാർ ഫെബ്രുവരി 15-ന് 4 സെഷനുകളായാണ് നടക്കുന്നത്. പ്രമുഖർ പങ്കെടുക്കുന്ന സെമിനാർ രാവിലെ 10-ന് ആരംഭിക്കും. താലൂക്ക് ലൈബ്രറി ഹാളിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഷാജി ജോർജ് ഉദ്ഘാടനം ചെയ്തു. എന്താണ് PGയുടെ ലോകം എന്ന് ചോദിച്ചാൽ തിരിച്ചൊരു ചോദ്യമാണ് നമുക്കുള്ളത്. PG ഏത് ലോകത്താണ് ഇടപെടാതിരുന്നത്? സൗന്ദര്യശാസ്ത്രം, സംഗീതം, സിനിമ, പുസ്തകം, അങ്ങനെ അദ്ദേഹം ഒരു മനുഷ്യനെ വ്യാപരിക്കാൻ കഴിയുന്ന സർഗമേഖലകളിലൊക്കെ വ്യാപരിക്കുകയും അവിടെ കൃത്യമായി തൻ്റെ പങ്കാളിത്തവും തൻ്റെ ജീവിതവും അടയാളപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൽ പ്രത്യേകിച്ച് അദ്ദേഹം ചെയ്ത സേവനങ്ങൾ നമ്മൾ അനുസ്മരിച്ചുകൊണ്ടിരിക്കുക. ആ സന്തോഷത്തിലാണ് നമ്മൾ ഇന്നിപ്പോൾ നമുക്ക് സന്തോഷം പകരുന്ന ഒരു ചെറിയ കാര്യം കൂടി ഉണ്ടല്ലോ. സംസ്ഥാന ബഡ്ജറ്റിൽ ലൈബ്രറിയന്മാർക്ക് 1000 രൂപ കൂടി വർദ്ധിപ്പിക്കുന്ന ഒരു നല്ല തീരുമാനം. അതൊക്കെ നമ്മുടെ പ്രസ്ഥാനത്തെ, ലൈബ്രറികളെ കൂടുതൽ സജീവമാക്കാൻ ഉപകരിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. ആർത്തിയുള്ള വായന മനുഷ്യനെ ഇന്നത്ര പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ വായന മരിച്ചു എന്നൊക്കെ പലരും പറയുമ്പോൾ ഗ്രന്ഥശാലകളുടെ പ്രവർത്തനം ഒരല്പം മന്ദീഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഒരാശങ്കയുണ്ട്. ആ ആശങ്ക മാറ്റുവാനും ഒരു വിജ്ഞാന സമൂഹത്തിൽ ഒരു ലൈബ്രറികൾക്കുള്ള പങ്ക്, അതിൻ്റെ വളർച്ച വലുതാക്കാനും നമുക്ക് സാധിക്കണം. സംഘാടക സമിതി ചെയർമാനായി ഷാജി ജോർജിനെയും ജനറൽ കൺവീനറായി ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി PG സജീവനെയും സഹഭാരവാഹികളായി താലൂക്ക് കൗൺസിൽ പ്രസിഡന്റ് MK മനോജിനെയും സെക്രട്ടറി NP അജയ്കുമാറിനെയും തെരഞ്ഞെടുത്തു. PGയുടെ പുസ്തകങ്ങളുടെ പ്രദർശനം, പഞ്ചായത്ത് നേതൃസമിതികളുടെ നേതൃത്വത്തിലുള്ള അനുബന്ധ പരിപാടികൾ എന്നിവയും സെമിനാറിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ പറഞ്ഞപ്പോൾ സൂചിപ്പിക്കാൻ വിട്ടുപോയ കാര്യങ്ങളാണ്. സെമിനാറിൻ്റെ ഭാഗമായിട്ട് തന്നെ 2 അനുബന്ധ പരിപാടികളാണ് ആലോചിച്ചിട്ടുള്ളത്. ഒന്ന്, ഓരോ പഞ്ചായത്തിലും പഞ്ചായത്ത് തല നേതൃസമിതികളുടെ ആഭിമുഖ്യത്തിൽ, അത് വായനശാലകളുടെ എണ്ണം വ്യത്യാസമുണ്ട്. നമുക്ക് 16 നേതൃസമിതികളാണ് താലൂക്കിൽ ആകെ ഉള്ളത്. പെരുമ്പാവൂർ, കോലഞ്ചേരി മേഖലകളിലായി 16 നേതൃസമിതികളുണ്ട്. അപ്പോൾ ഈ നേതൃസമിതികളുടെ നേതൃത്വത്തിൽ അതാത് പഞ്ചായത്തിലെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലെ വായനശാലകളെ പങ്കെടുപ്പിച്ചുകൊണ്ടും മറ്റ് സംഘടനകളെ എല്ലാം സഹകരിപ്പിച്ചുകൊണ്ടുമുള്ള തനത് പരിപാടി അതാത് സ്ഥലത്ത് നേതൃസമിതികളുടെ നേതൃത്വത്തിൽ നടത്തണമെന്ന് ആലോചിച്ചിട്ടുണ്ട്. അപ്പം എന്ത് പരിപാടിയും നമ്മൾ കൃത്യം പറഞ്ഞില്ല. അത് ഇപ്പോൾ ഇവിടെ വന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ആക്കാവുന്ന ഒന്ന്, പഞ്ചായത്ത് തലത്തിൽ തന്നെയുള്ള എല്ലാ വായനശാലകളും, കുന്നത്താട് താലൂക്കിൽ നിന്നുള്ള മുഴുവൻ വായനശാലകളിലെയും പുസ്തകങ്ങൾ, PGയുടെ പുസ്തകങ്ങൾ നമുക്ക് പ്രദർശനത്തിന് ഇവിടെ എത്താവുന്ന രീതിയിൽ, അത് വളരെ പഴക്കമുള്ള പുസ്തകങ്ങൾക്ക് അതിൻ്റെതായ ഒരു കൗതുകം കൂടുതലുണ്ടാവും, ഒരു പക്ഷേ പുതിയ പുസ്തകങ്ങളെക്കാൾ. അപ്പം അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഓരോ പഞ്ചായത്ത് നേതൃസമിതികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന അനുബന്ധ പരിപാടിയിൽ ആ പുസ്തക പ്രദർശനം ആദ്യഘട്ടത്തിൽ നേതൃസമിതികളുടെ നേതൃത്വത്തിലും അതേ പുസ്തകങ്ങൾ, അത് ഉത്തരവാദിത്തപ്പെട്ട അതിൻ്റെ നേതൃസമിതി കൺവീനറും ഒരു പഞ്ചായത്തിൽ അല്ലെങ്കിൽ ഒരു തദ്ദേശ ഭരണ സ്ഥാപനത്തിൻ്റെ ഭാഗമായി വരുന്ന പ്രദേശങ്ങളിൽ വരുന്ന വായനശാലകൾക്ക് നമുക്ക് ഇത്തവണ ഒരു മാറ്റം കൂടി വരുത്തിയിട്ടുണ്ട്. ഒന്ന്, ഇതുവരെയുള്ള കാലഘട്ടത്തിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും അതുപോലെ നേതൃസമിതി അംഗവും ഒരാളായി വരാറുണ്ട്. പക്ഷേ ഇത്തവണ അത് മാറിയിട്ട് ഒരു പഞ്ചായത്തിൽ ഒരു നേതൃസമിതിയുടെ കൺവീനർ ഉണ്ടാവും, അതുകൂടാതെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമുണ്ട്. അപ്പോൾ 2 പേര് നമുക്ക് ചുമതലക്കാരായിട്ടൊരു നേതൃസമിതിയുടെ ഭാഗമായിട്ടുണ്ട്. KN ഉണ്ണികൃഷ്ണൻ, RM രാമചന്ദ്രൻ, പ്രീത ബാബു, KS അരവിന്ദാക്ഷൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.